ഹായ് ഓൾ +1 സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് എക്സ്ക്ലൂസീവായിട്ട് മാത്സിന് മാത്രമായിട്ട് ഒരു ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്സ് ആൽക്കമിനെ അപ്രോച്ച് ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. സോ നമുക്ക് ബാക്കി പ്രോബ്ലം സോൾവ് ചെയ്യാം. പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കുക. ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ഡ്രോ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. സോ വെൻ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് എന്താണ്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. സോ അതിനു മുന്നേ നമുക്ക് വെൻ ഡയഗ്രത്തിൽ എങ്ങനെയാണ് എനെയും ബിനെയും എ യൂണിയൻ ബിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ലെറ്റ് സി. യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ, യൂണിവേഴ്സൽ സെറ്റിന് പകരം നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കും. എയും ബിയും ആണ് തന്നിട്ടുള്ളത്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡയഗ്രാം ഏതാണ്? എ ബി അതിനൊരു ഇന്റർസെക്ഷനും ഉള്ള രീതിയിൽ, അതൊന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ്. കാരണം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള റിപ്രസെന്റേഷൻ ആണ്. ഇതല്ലാണ്ട് എയും ബിയും ഡിസ്ജോയിന്റ് ആയിട്ടും വരാം. ഓക്കെ, സോ രണ്ട് കേസസ് ഉണ്ട്. പക്ഷെ യൂഷ്വലി നമുക്ക് ഇന്റർസെക്ഷൻ വരുന്ന കേസ് എടുത്താൽ മതിയാകും. കാരണം ദാറ്റ് ഇസ് ദ സ്ട്രോങ്സ്റ്റ് കേസ്. ഓക്കെ, നൗ ഡ്രോ ദ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്താണ്? കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് ഒരു സെറ്റിനെ മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കഴിച്ചുള്ള ബാക്കി ഭാഗത്തിനെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് പറയാ. സോ ഇവിടെ നോക്കുക, എ യൂണിയൻ ബി. വാട്ട് ഇസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എനെയും ബിനെയും ഒരുമിച്ച് കൂട്ടിയാൽ യൂണിയൻ, അതിന്റെ യൂണിയൻ എടുത്താൽ കിട്ടുന്നത്. നോക്കുക, ഇവിടെ ഈ ഒരു പിക്ചറിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ ആണ് അല്ലെ, എയും ബിയും വരുന്നത്. എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഇതാണെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഈ ഒരു സെറ്റ് എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റ് മൈനസ് ചെയ്താൽ മതി. അതായത് ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെയാണ് വരിക. സോ ഇതാണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, എ യൂണിയൻ ബിയുടെ ഷെയ്ഡ് നമുക്ക് കളയാം അവസാനം. സോ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതാണ് വരിക. ഓക്കെ, സോ ദിസ് ഇസ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. നമുക്കിവിടെ എഴുതാം എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. വാട്ട് ഇസ് ഇന്റർസെക്ഷൻ? രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരുമിച്ച് വരുന്ന കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. സോ ഇവിടെ വെൻ ഡയഗ്രത്തിലാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർസെക്ഷൻ എന്ന് പറയാ. സോ ലെറ്റ്സ് ഡിനോട്ട് ദീസ് ബൈ എ ആൻഡ് ബി. നൗ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോവാണ് എ കോംപ്ലിമെന്റ്. വാട്ട് ഇസ് എ കോംപ്ലിമെന്റ്? ഇവിടെ നോക്കുക, ഇതാണ് എ കോംപ്ലിമെന്റ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എനെ ഒഴിവാക്കിയ ഭാഗമാണ് എ കോംപ്ലിമെന്റ്. ഇത്രയുമാണ് എ കോംപ്ലിമെന്റ്. നൗ വാട്ട് ഇസ് ബി കോംപ്ലിമെന്റ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബിനെ ഒഴിവാക്കിയ ഭാഗമാണ് ബി കോംപ്ലിമെന്റ്. അതായത് ഈ ഒരു ബിനെ ഒഴിവാക്കിയാൽ ബാക്കി വരുന്നത് എന്താണ്? ഇതൊരു ഗ്രീൻ വെച്ച് കാണുന്നില്ലേ, ബ്ലൂ വെച്ച് നമുക്ക് ഇതിനെ നോട്ട് ഷെയ്ഡ് ചെയ്യാം. സോ നമ്മൾ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഷെയ്ഡ് ചെയ്തു. വാട്ട് ഇസ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റിലും വരണം, ബി കോംപ്ലിമെന്റിലും വരണം. അതായത് ആദ്യം ഷെയ്ഡ് ചെയ്ത ഏരിയയും ഉണ്ടാവണം. ആദ്യം ഷെയ്ഡ് ചെയ്ത ഏരിയയിലും രണ്ടാമത് ഷെയ്ഡ് ചെയ്ത ഏരിയയിലും കോമൺ ആയിട്ട് വരുന്ന ഏരിയ ആണ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതേതാണ്? രണ്ട് ഷെയ്ഡും വരുന്നതാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഈ എയുടെ ഈ ഒരു ഭാഗം, ബിയുടെ ഈ ഒരു ഭാഗം, എയും ബിയും ഇവിടെ മൊത്തം ഒരൊറ്റ തവണയാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബാക്കി കംപ്ലീറ്റ് എന്തായിട്ട് വരുന്നുണ്ട്? കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇത് ഒന്ന് കളയാം. ഒരു തവണ മാത്രം ഷെയ്ഡ് ചെയ്ത ഏരിയ കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കിട്ടും. സോ അതാണ് ഇത്. സോ ഇവിടെ ഒന്ന് നോക്കിയേ, നിങ്ങൾ ഈ രണ്ട് പിക്ചറും നോക്കുമ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടും ഈക്വൽ ആണ് അല്ലേ? സോ രണ്ടും ഈക്വൽ ആണ്. ഇതിനെ നമ്മൾ പറയുന്നതാണ് ഡി മോവിയസ് തിയറം. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്.
നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റും ആണ്. ഞാനത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, അതിനുശേഷം വീഡിയോ കാണുക. ഓക്കെ, സോ ലെറ്റ്സ് സീ. ആദ്യം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടു നോക്കാം. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നതാണ് എ ഇന്റർസെക്ഷൻ ബി. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇത് എ ആണ്, ബി ആണ്, ഇവിടെയാണ് വരിക എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് മീൻസ് എന്താണ്? ഇതിന്റെ കോംപ്ലിമെന്റ് ആണ്, അതായത് ഇതില്ലാത്ത ബാക്കിയുള്ള ഏരിയാസ് ആണ്. വിച്ച് മീൻസ് ഈ ഒരു ഏരിയ ആണ്, ഇതൊഴിച്ച് ബാക്കിയെല്ലാം വരും. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നെക്സ്റ്റ് നോക്കുക, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. വാട്ട് ഈസ് എ കോംപ്ലിമെന്റ്? വാട്ട് ഈസ് എ കോംപ്ലിമെന്റ്? ഇതിന്റെ കോംപ്ലിമെന്റ് ആണ്. സോ ഇത്രയും ഏരിയാസ് വരും. ഓക്കെ, ഇതൊക്കെ എ കോംപ്ലിമെന്റിൽ വരുന്നതാണ്. എ കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എന്താണ് അപ്പോ? ദിസ് ഇസ് എ കോംപ്ലിമെന്റ്, റൈറ്റ്? നൗ വാട്ട് ഇസ് ബി കോംപ്ലിമെന്റ്? ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് വരിക, ബി ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ. അപ്പൊ ഇത്രയുമാണ് വരിക. നൗ വാട്ട് ഇസ് ദ യൂണിയൻ? യൂണിയൻ എന്ന് വെച്ചാൽ ഈ ഷെയ്ഡ് നമ്മൾ എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ അത് മൊത്തം എടുക്കും. കാരണം യൂണിയൻ എന്ന് വെച്ചാൽ രണ്ട് സെറ്റും ഒരുമിച്ച് ചേർത്തതാണ്. സോ ആദ്യം ഷെയ്ഡ് ചെയ്ത ഏരിയയും രണ്ടാമത് ഷെയ്ഡ് ചെയ്ത ഏരിയയും ഒരുമിച്ച് ചേർത്തതാണ് യൂണിയൻ എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ എ കോംപ്ലിമെന്റ് എടുത്തു, രണ്ടാമത് ബി കോംപ്ലിമെന്റ് എടുത്തു, അത് രണ്ടും ഷെയ്ഡ് ചെയ്തു. അതുകൊണ്ട് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് രണ്ട് തവണയും നമ്മൾ ഷെയ്ഡ് ചെയ്തത് കംപ്ലീറ്റ് ഏരിയ വരും. സോ അത് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ നോക്കുക, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റും ഈക്വൽ ആണോ? ഈക്വൽ ആണല്ലേ? ഇതും ഡി മോവിയസ് തിയറത്തിൽ വരുന്നതാണ്. സോ ഇതും ഓർത്ത് വെക്കുക. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്.